ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏകാദശി ദിവസത്തിലെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഏകാദശി അന്ന് ഞാൻ ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു നമുക്ക് ആ ഒരു ദിവസം ഉണ്ടായിരുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, അപ്പോൾ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവരൊന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഒരു ക്ലിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ, അതായത് ഏകാദശി ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എഴുന്നേൽക്കും. അപ്പോൾ ഏകാദശിയാണ്, അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി തുടച്ച് എടുക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തലേ ദിവസം തന്നെ അത് ചെയ്ത് വെക്കണം. പിന്നെ ചേട്ടന് വാടകയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞങ്ങൾ വിഗ്രഹമൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്, എടുക്കാനായിട്ട് ഒരാൾ വേണം കേട്ടോ. അപ്പോൾ ചേട്ടനുള്ള സമയത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് വെള്ളത്തിൽ പനിനീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കണ പനിനീരാണ് കേട്ടോ. അപ്പോൾ അത് നല്ല മണമുള്ളൊരു പനിനീരാണ്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് ജവ്വാദിൻ്റെ പൗഡറും കൂടി കലക്കിയിട്ടുണ്ട്. അത് നല്ലൊരു മണം തരും, നമുക്ക് ഒരു ദൈവിക മണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരിക്കും ആ ഒരു പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഭഗവാനെയൊക്കെ തുടച്ചു, അവിടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി. അതിന് ശേഷം നമ്മൾ പനിനീര് മാത്രം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടും തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരുക്കി വെച്ചു. അപ്പോൾ തലേ ദിവസം നമ്മൾ ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഒരിക്കലെടുക്കണം, അതായത് ഒരു നേരം മാത്രമാണ്, ഉച്ചയ്ക്ക് മാത്രമാണ് നമ്മൾ അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. രാത്രിയാകുമ്പോൾ നമ്മൾ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം 4 മണിക്ക് പതിവ് പോലെ തന്നെ എഴുന്നേറ്റു. നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് അവസാനിക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു അത് കേട്ടോ. അപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ഗുരുവായൂരല്ല ഏകാദശിയാണ്, അപ്പോൾ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് ഒന്ന് പോയാലോ എന്ന്. അപ്പോൾ അങ്ങനെ വേഗം തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോയിട്ടുണ്ട്. ഒരു 5:30ക്ക് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോയി. 2 ആളും മാത്രമാണ് കേട്ടോ, പിള്ളേരൊക്കെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അവിടെ അമ്പലത്തിൽ രാത്രിയിലുള്ള ഒരു അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പണിത്തിരക്കിലായിരുന്നു കേട്ടോ അവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി ഭഗവാനെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നടടച്ചിട്ട് ഇരിക്കുകയായിരുന്നു. എന്നാലും അവിടെയൊക്കെ നടന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി പറ്റുകയാണെങ്കിൽ രാത്രി വരാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് നല്ലോണം കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ നാടോടി പോലത്തെ ആൾക്കാരൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരുപാടുണ്ടാവും വഴിവെക്കൽ കച്ചവടത്തിന്. അപ്പോൾ കുറേ നാളായി ഈ ഒരു സംഭവം, അതായത് കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ വില ചോദിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ചോദിച്ച് നമ്മൾ വില പേശുമല്ലോ, ഇതിന് അത്ര വിലയുള്ള സംഭവമൊന്നുമല്ല, പക്ഷെ അവർ കൂട്ടി പറയും. അങ്ങനെ ഞങ്ങളിതാ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം വാങ്ങണം എന്നുള്ളത്. അത് വാങ്ങിയിട്ടുണ്ട്. അതിലും അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു 7:30 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാനെ പുറത്തേക്ക് ഇങ്ങനെ എഴുന്നള്ളിച്ച് പോണതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ രാത്രിയിലെ കാഴ്ചകളും അതായത് പകലുള്ള കാഴ്ചകളും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ ആവുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് പോയതറിഞ്ഞാ അപ്പോൾ ഇവിടെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്ക് പോയതും അതൊന്നും അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ. നല്ലൊരു ഉറക്കമായിരുന്നു.
അപ്പോൾ അവിടെ ഞാൻ ആ ഡോറുമ്പോഴുള്ള സാധനം മേടിച്ചിട്ടില്ലേ, അത് ഉമ്മാർക്ക് വെച്ചിട്ടില്ല. അത് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും ഞങ്ങൾ പോയതാണ്. അപ്പോൾ വന്നിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കാള്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയിന്ന്, രാത്രി കൊണ്ടുപോകാൻ കണ്ട പിള്ളേരെ തന്നെ അവിടുത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ. ഞാൻ പോയി പല്ലേക്ക്. അപ്പോൾ ആ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവിൽ അങ്ങോട്ട് ഒതുക്കിയിട്ടാണ്. അപ്പം ഞങ്ങൾ വന്നിട്ട് ഉണ്ടാക്കി. അതിന് കൂട്ടെന്ന് പറയണത് നമ്മുടെ സോയ റോസ്റ്റാണ്. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഉപ്പുമാവിന് ഇത് ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് അരി വാങ്ങിച്ചിട്ടുണ്ട് പായസം വയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഭഗവാനെ നിവേദിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരി മേടിച്ചു. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അരി എടുത്തിട്ട് ഇത്രയേ വെക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ പാലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് അതും കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 7:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഏകാദശി ദിവസത്തിൻ്റെ അന്ന് രാവിലെ അമ്പലത്തേക്ക് പോണത്. രാത്രിയൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ രാവിലെ പോയിട്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിലൊക്കെ കടന്നു, പക്ഷേ നടടച്ച സമയമായിരുന്നു. അപ്പോൾ കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ വൈകുന്നേരം ഒന്നും കൂടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 7:30 നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സാധാരണ ഞങ്ങളിവിടെ ഏകാദശി എടുക്കുന്ന ദിവസങ്ങളിൽ ഉപ്പുമാവാണ് ഉണ്ടാക്കുക, പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ അതായത് മാസത്തിൽ നമുക്ക് 2 ഏകാദശികൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പറ്റുന്ന ഏകാദശികളൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കി. അപ്പോൾ അതിലേക്ക് സോയ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടന് സോയ ഉണ്ടെങ്കിൽ ഉപ്പുമാവ് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കി. പിന്നെ അവൻ പറഞ്ഞു ഉച്ചയ്ക്ക് ടൊമാറ്റോ റൈസ് മതിയെന്ന്. അപ്പോൾ പിന്നെ അതിലേക്ക് വേറെ കറിയൊന്നും വേണ്ടല്ലോ, അപ്പോൾ ഇതും കൂടി കഴിച്ചോളും. അപ്പോൾ അമ്മോട് പറഞ്ഞപ്പോൾ അവർക്കും അത് മതി. കാരണം ഞങ്ങൾക്ക് ഏകാദശിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഫുഡൊന്നും വേണ്ട, വെള്ളം പോലും കുടിക്കാറില്ല കേട്ടോ ഏകാദശി എടുക്കുന്ന സമയത്ത്. അപ്പോൾ അവർക്കത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ അമ്മയൊക്കെ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണമായി കഴിക്കണതാണ്. രാത്രി ആകുമ്പോൾ ഗോതമ്പ് കഞ്ഞിയാണ് കഴിക്കുക. അപ്പോൾ അവരത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഭഗവാനെ നിവേദിക്കാൻ വേണ്ടി കുറച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ പാലൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അത് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയിട്ട് ഇനി നിവേദ്യം വെക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുക്കറിൽ അരി ഒന്ന് വേവിച്ചു. എന്നിട്ട് ഞാൻ പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ നാളേക്ക് വെള്ളയപ്പത്തിന് ഇട്ടിട്ടുണ്ട്. നാളെ സ്കൂളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പോകുമ്പോഴേക്കും നമുക്ക് ചായയും കടിയും പെട്ടെന്നാവും വേണം. പിന്നെ നമ്മൾക്ക് രാവിലെ ഇന്നൊന്നും കഴിക്കാണ്ടല്ല നമ്മളിരിക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ചായയും കടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടികൾ അതാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങൾ ഏകാദശിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇഡലിയാണ് ഉണ്ടാക്കുക. അതാകുമ്പോൾ നമുക്ക് കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അത് നേരത്തെ പെട്ടെന്ന് വിശപ്പൊക്കെ തുടങ്ങും. അപ്പോൾ ഇനി നാളെ ഒരു 6 മണിയൊക്കെ വരുമ്പോഴാണ്, ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഏകാദശി വിടുന്ന സമയം. അപ്പോൾ അതുവരെ നമ്മളൊന്നും കഴിക്കാണ്ടാണ് ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളയപ്പത്തിന് ഇട്ടു. അപ്പോൾ നാളെ പടുപ്പുള്ളത് കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്ന ദിവസമൊക്കെ പെട്ടെന്ന് കഴിയാറുണ്ട്. കറിയൊക്കെ നമുക്ക് പെട്ടെന്ന് വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഭഗവാനെ നിവേദിക്കാം. അപ്പോൾ ഭഗവാനെ നിവേദിക്കാനുള്ള കാരണം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല, അപ്പം എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു ഉരുളിയിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്രസവിച്ചിട്ട് വരുന്ന സമയത്ത്, ശ്രീകുട്ടനെ പ്രസവിച്ചിട്ട് വരുന്ന സമയത്താണ് ഞങ്ങൾ അടുത്ത വീട്ടിൽ ചേച്ചി ഗിഫ്റ്റ് എന്നുള്ള ഉരുളിയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറുക്കുണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു ഉരുളി എടുക്കുക. ഭഗവാനെ പ്രസാദം നിവേദിക്കാനോ, പക്ഷേ വിഷുവിന് കണി വയ്ക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഉരുളിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് വയ്ക്കാറുള്ളത് കേട്ടോ. കുഞ്ഞു ഉരുളിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പായസം വെച്ചിട്ട് ആദ്യം ഭഗവാനെ നിവേദിക്കാം. പിന്നെ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാട്ടോ അവിടുന്ന്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ 2 തുളസിയുടെ ഇലയും കൂടി ഇടണം. അപ്പോൾ ഭഗവാനെ നമ്മൾ എന്ത് നിവേദിക്കുകയാണെങ്കിലും അതിലൊരു തുളസിയുടെ ഇലയും കൂടി ഇട്ട് വെച്ചാലാണ് ഭഗവാൻ അത് സ്വീകരിക്കുക എന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഭഗവാന് കൊടുക്കാൻ കൂടുതൽ തുളസിയുടെ ഇലയും കൂടി വെക്കണം എന്ന് മാത്രം. അപ്പോൾ ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ ഇന്നും നാളെയും നമ്മൾ തുളസിയുടെ ഇല പൊട്ടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം തുളസിയുടെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 ഇല എടുത്തിട്ട് നമുക്കിതിലിട്ടിട്ട് അവിടെ ഭഗവാനോട് വയ്ക്കാൻ നല്ല ചൂട്. അപ്പോൾ ഇനി നമുക്ക് ഇന്നലെ പൊട്ടിച്ച് വെച്ചെന്ന് വെച്ചെങ്കിൽ ഇന്നും നാളെയും പൊട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് നാളെ അമ്പലത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു ഏകാദശി വ്രതം കളയണം എന്നുണ്ടെങ്കിൽ തുളസിയുടെ വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ നാളെയും നമുക്ക് പൊട്ടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പൊട്ടിച്ച് വെച്ചത്. നമ്മൾ അമ്പലത്തിൽ പോയിട്ടാണ് വെച്ചെങ്കിൽ അവിടുന്ന് തീർത്ഥം കിട്ടും.
അപ്പം പിന്നെ കുഴപ്പമുണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ 2 തുളസിയുടെ ഇലയും 2 തെച്ചിപ്പൂവും കൂടി പൊടിച്ചിട്ടുണ്ട്. അതിട്ടിട്ട് നമുക്ക് ഭഗവാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് സവോള, തക്കാളി, പിന്നെ ഉഴുന്ന് പരിപ്പ്, പൊട്ടുകടല, കടുക്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അരി 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് കൂടും, 2 ഗ്ലാസ്സൊന്നും ഞങ്ങൾ 1 ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് രാത്രിക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതുണ്ടെങ്കിൽ ഒരുവിധം 4-5 പേർക്ക് കഴിക്കാം. ഇതിപ്പോൾ 2 ഗ്ലാസ് 2 നേരത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാം, അവർക്ക് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. കടുകൊക്കെ ഇടും. എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നോക്കിയിട്ട് പറയാം. എനിക്ക് ഉപ്പൊന്നും നോക്കാൻ പാടില്ല, അതാണ്. കടുക് കണക്ക് ഇഷ്ടമല്ല, ചില അധികം ഒന്നും ഇട്ടിട്ടില്ല, കുറച്ചിട്ടുള്ളൂ. അപ്പോൾ പഠിക്കണമെങ്കിൽ പഠിക്കുക. നാളെ പരീക്ഷ ചെയ്ത് ചൂടാറട്ടെ, അപ്പോൾ സെറ്റ് ആവുള്ളൂ. നമുക്ക് കുത്തി നാശാക്കല്ലേ. നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ഒരു വിസിലടിച്ചിട്ട് അങ്ങനെ അയർ കളയാണ്ട് അങ്ങനെ വെച്ചു. അപ്പോൾ അത് തന്നെ പോയതിന് ശേഷം തുറന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചൂടാറിയാലാണ് നമുക്ക് ആ ചോറൊന്ന് സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കട്ട പോലെയാണ് ഇരിക്കുന്നത്. അത് ചൂടാറി കഴിയുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ ഒലർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിതിൽ ഉപ്പ് എത്ര ഉണ്ട്, മുളക് എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്കത് അറിയാണ്ടൊരു സമാധാനമില്ല. ശ്രീകുട്ടൻ നോക്കിയപ്പോൾ നന്നായി എന്ന് പറഞ്ഞു, എന്താണെന്നറിയില്ല കേട്ടോ. ഇനി മറ്റൊരു കഴിച്ചാലാണ് നമുക്കതിൻ്റെ കറക്റ്റല്ല വിവരം അറിയുള്ളൂ. അപ്പം ഇനി ഏതായാലും അടിച്ചോരലൊക്കെ കഴിഞ്ഞു, അലക്കിയിട്ടില്ല. അത് വൈകുന്നേരം ചെയ്യാൻ കുറച്ച് തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കിയിട്ട് ഇനി നമ്മൾ ഫ്രീ ആയി. ഇനി ഞാൻ കുറച്ച് നേരം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഏകാദശിയുടെ അന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പറ്റുന്നിടത്തോളം ഭഗവാനെ നമ്മൾ വിളിക്കുക. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ പരിപാടികളൊക്കെ അങ്ങനെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈകുന്നേരമാണ് ബാക്കിയുള്ള പരിപാടികൾ, അതായത് പണികളുള്ളത്. അപ്പോൾ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കാലത്ത് 2 മാല ജപിച്ചുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ജപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ ഏകാദശി ദിവസം നമ്മൾ എത്രത്തോളം ഭഗവാനെ വിളിക്കാൻ പറ്റുന്ന അത്രത്തോളം വിളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ഞാനിപ്പോൾ ജപിക്കാനായിട്ട് പോണത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. അപ്പോൾ അത് എത്രത്തോളം സ്പീഡിൽ ജപിക്കാൻ പറ്റുന്ന അത്രയും സ്പീഡിൽ ജപിക്കുക, എത്രത്തോളം പ്രാവശ്യം ജപിക്കാൻ പറ്റുന്ന അത്രയും പ്രാവശ്യം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. അപ്പോൾ ഈ ഒരു ഏകാദശി ദിവസം നമ്മൾ എത്രത്തോളം വിളിക്കുന്ന അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ കലിയുഗത്തിൽ നമ്മളുടെ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ മാറി ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളൊരു മന്ത്രമാണ് ഇത്. അപ്പോൾ അതെല്ലാവരും എന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 4 മാല ജപിക്കാറുണ്ട്. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ജപിക്കും. അങ്ങനെ ഒരു 8 മാല എന്തായാലും ജപിക്കാറുണ്ട്. പിന്നെ സമയം കൂടുതലായിട്ട് കിട്ടുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഒരു 16 മാലയൊക്കെ ജപിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ജപിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ പുസ്തകങ്ങൾ വായിക്കുക, ജപിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഏകാദശി ദിവസം ചെയ്യുക. അപ്പോൾ ഞാൻ ജപിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ചധികം സന്തോഷത്തിലാണ് കേട്ടോ. കാരണം നമ്മൾ രാവിലെ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗുരുവായൂരത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ രാവിലെ അമ്പലത്തിലത്തെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ഇട്ടതാണ് കേട്ടോ.
അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്ന് രാത്രി ഗുരുവായൂർ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരിക്കും അവിടെ കേട്ടോ. അപ്പോൾ പോകാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഞാൻ ജപിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളുടെ വാതിലിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു സംഭവമൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, തോരണം. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഏകാദശി കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോണത്. അപ്പോൾ ചേട്ടൻ പിന്നാലെ വണ്ടിയിൽ വരും. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. എന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വായിലച്ചു അമ്മായിട്ട് വരാൻ പറയും. ഹരിപ്പാട് വെള്ളാങ്കല്ലൂരിൽ നിന്നും ലക്ഷത്തിരക്കുള്ള രേഖയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് വർഷങ്ങളോളം ആഴ്ചകളോളം രണ്ട് കൈ തിരിക്കാൻ നോക്കട്ടെ. രണ്ട് കൈയാണല്ലോ ഏകാശി പലഹാരം എത്തി. ഏകാശി പലഹാരം അപ്പോൾ നമ്മളിപ്പോൾ പോയപ്പോൾ ആ ഒരു വാതിലുമ്മ തൂക്കിയിടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതും ഞാൻ കുറേ നാളായി വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് മാത്രമാണ് വാങ്ങിയത്. പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ യന്ത്രൂഞ്ഞാലും ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് പോയേ ഇല്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ ജനത്തിരക്ക് അത്രയും ഉണ്ടാവും. ഇതിന് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോയപ്പോൾ അത്യാവശ്യം ഇടിയും കുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരോട് പറഞ്ഞു പിറ്റേ ദിവസം നാളെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മെല്ലെ ഇങ്ങോട്ട് പോകുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതൊക്കെ സാധനങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളും തിക്കും തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോന്നു. അപ്പോൾ ചേട്ടൻ പിന്നെ ബാക്കിലാണ് വന്നത്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോന്നു. ചേട്ടൻ വണ്ടിയുമ്പോൾ പോന്നു. അപ്പോൾ ചേട്ടൻ വന്ന സമയത്ത് നമ്മുടെ ഏകാദശി പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുന്നു. അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ 6 നമ്പറും ഈ ഒരു മുറുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും കരിമ്പൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടാവും, അതുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ബട്ടണിൽ. എന്നിട്ട് നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓണാക്കി എടുക്കുക കേട്ടോ.